ഹായ് ഫാൻസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്തിരി തേങ്ങ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും വീട്ടിൽ നല്ല ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ട് നമുക്ക് തേങ്ങാപ്പാൽ ഉണ്ടാക്കാം അല്ലേ? ദിൽകുഷ്. അപ്പോൾ ഇതാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഫസ്റ്റ് ഒരു 1/4 ഗ്ലാസ് പാൽ, ഓക്കെ, 1/4 ഗ്ലാസ് പാലെടുത്തിട്ട് ചെറു ചൂടിലുള്ള, ഞാൻ ഈ കാണിച്ച ഗ്ലാസ് എടുത്തിരിക്കുന്നത്, ചെറു ചൂടിൽ നമ്മൾ 1 സ്പൂണ് ഈസ്റ്റ് ഇടുകയാണ്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് തന്നെയാണ്, പക്ഷേ എന്നാലും അത് പാലിൽ തന്നെ ഇട്ടാൽ മതി. അപ്പം നമ്മളത് 1 സ്പൂണ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1.5 സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കിയിട്ട് അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഒരു 10 മിനിറ്റ്. ആ സമയം കൊണ്ട് നമുക്ക് പൊടികളും അതുപോലുള്ള സാധനങ്ങളൊക്കെ എടുത്തൊന്ന് മിക്സ് ആക്കിയിട്ട് വയ്ക്കാം. അപ്പം ഞാൻ ഇതാക്കിയിട്ട് നീക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് ഉണ്ടാക്കാനായിട്ട് 1.5 ഗ്ലാസ് മൈദാമാവാണ് ടേസ്റ്റ്. ഗോതമ്പ് പൊടി എടുക്കണവർക്ക് അത് എടുക്കാം കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര ഒരു 2-3 സ്പൂൺ ഇട്ട് കൊടുക്കാം, അത് നിങ്ങളുടെ ഇഷ്ടം. 2-3 സ്പൂൺ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഒരു 3 സ്പൂൺ ചേർത്തത്, അല്ലെങ്കിൽ വെറും ബ്രെഡ് മാതിരി ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ബട്ടർ ഒരു 4-5 സ്പൂൺ ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ വല്ല പാൽപ്പൊടി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. ഞാൻ കയ്യിൽ പാൽപ്പൊടി ഉണ്ടായപ്പോൾ അത് ഞാൻ ഇട്ട് കൊടുക്കണതാണ്. ഇല്ലെങ്കിൽ വേണമെന്നില്ല കേട്ടോ. അതൊരു 1 സ്പൂണോ 2 സ്പൂൺ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് ഇളക്കി യോജിപ്പിക്കാം. ഇത് നമ്മളുടെ ഈസ്റ്റ് കണ്ടോ, അതെ നന്നായിട്ട് ഇതായിട്ടുണ്ട്. നന്നായി കൈ കൊണ്ട്, കാരണം പഞ്ചസാര അടിയിൽ അടിഞ്ഞു കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നന്നായി ഇളക്കിയ ശേഷം നമ്മൾ ഇതങ്ങോട്ട് ഇതിലേക്ക് ഒഴിക്കുക കേട്ടോ. ചില സമയം നമ്മൾ ഇങ്ങനെ ഒഴിച്ചാലും ആ ഒരു മാവ് 1.5 ഗ്ലാസ് മാവിന് 1/4 ഗ്ലാസ് പാലെന്നാണ് കണക്ക്. അപ്പോൾ ചില സമയം ഒരു 2-3 സ്പൂണ് തികയാതെ വന്നേക്കാം. അതുകൊണ്ട് നമ്മൾ ഒരു നേരിയ ചൂടുള്ള പാല് ഒരു 4-5 സ്പൂൺ ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്കിത് മിക്സ് ചെയ്യുമ്പോൾ കുറഞ്ഞു കഴിഞ്ഞാൽ ചേർക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. കണ്ടോ, ഞാനൊരു നേരിയ ചൂടുള്ള പാൽ ഒരു 1-2 സ്പൂൺ ആക്കി ആവശ്യം വരുള്ളൂ. അപ്പം നമ്മൾ ആദ്യം പാല് തിളപ്പിക്കൂലേ, അതിനപ്പം അപ്പത്തെ ചൂടാക്കില്ലേ, അപ്പം നമ്മൾ ഒന്ന് മാറ്റിയാൽ മതി. ശേഷം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. കണ്ടോ, അത് ഞാൻ ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ അതിൻ്റെ മേലെ ഇങ്ങനെ ഒന്ന് തൂത്ത് കൊടുക്കണ്ട, അല്ലെങ്കിൽ അത് ഡ്രൈ ആയി പോവും. അതിനുശേഷം നമുക്ക് 2 മണിക്കൂർ നന്നായിട്ട് മൂടി വെച്ച് അത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 2 മണിക്കൂർ കേട്ടോ. പിന്നെ ഈസ്റ്റിൻ്റെ ക്വാളിറ്റി പഴയതാണെങ്കിൽ അധികം പൊങ്ങി വരില്ല, അത് ശ്രദ്ധിക്കണം. തേങ്ങ ചിരക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കശുവണ്ടി പരിപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ചെറി എടുത്തിട്ടുണ്ട്. പഞ്ചസാര 4-5 സ്പൂണ്, ഏലക്കയും കൂടി ചേർത്ത് ഞാനിത് പൊടിച്ചെടുക്കാൻ പോകണം. പഞ്ചസാര അപ്പം ഞാൻ പൊടിച്ചെടുത്തു, ഏലക്ക കൂടി ചേർത്തിട്ട് 4-5 സ്പൂണും നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് തേങ്ങയിലേക്ക് ചേർത്തു. നമ്മൾ ചെറി ഒരു 4-5 ചെറി ചേർത്തു, കാഷ്യൂനട്ട് ചേർത്തു. നമുക്ക് ഉണക്കമുന്തിരി ചേർക്കും. ഇവിടെ മക്കൾക്ക് ഉണക്കമുന്തിരി ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഉണക്കമുന്തിരി ഇടാതിരുന്നത് കേട്ടോ. പിന്നെ അവിൽ ചിലവർ ചേർക്കും. അത് ഞാൻ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മളുടെ ഇതായിട്ടുണ്ട്. ഒന്ന് കുഴച്ചെടുക്കുക. കുഴച്ച ശേഷം 2ആക്കി ഭാഗിക്കുക കേട്ടോ. ഒന്ന് ഒട്ടണം, കയ്യിൽ ഒട്ടണോണ്ട് കുഴപ്പമില്ല. കയ്യിൽ ശരിക്കും ഒട്ടണം, എന്നാലേ ആ ഒരു പരുവം ആവുള്ളൂ. ഇങ്ങനെ 2ആക്കി മുറിക്കാം. ശേഷം നമ്മൾ കൈ കൊണ്ട് ആക്കിയ ശേഷം ഞാൻ ചപ്പാത്തി പലകയിൽ വെച്ചിട്ട് പരത്തെടുത്ത്, ചപ്പാത്തി പലകയിൽ വെച്ച് പരത്തുമ്പോൾ നമുക്കത് ഒട്ടുന്ന ഒരു സാധ്യതയുണ്ട്. കൗണ്ടർ ടോപ്പിൽ വെച്ച് ചെയ്യണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഞാൻ കൗണ്ടർ ടോപ്പ് വെച്ച് വൃത്തികേടാവുമല്ലോ എന്ന് പറഞ്ഞിട്ട് ചപ്പാത്തി പലകയിൽ വെച്ച് ചെയ്തത്. അപ്പോൾ നമുക്ക് ഏതിൽ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ 2 എണ്ണം ഞാനിങ്ങനെ പരത്തി വെച്ചിട്ടുണ്ട്. പരത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട, നമ്മൾ ഏത് പാത്രത്തിലാണോ ഉണ്ടാക്കുന്നത് ആ പാത്രത്തിൻ്റെ അടിയിലെ ആ ഒരു വട്ടത്തിനനുസരിച്ചിട്ടായിരിക്കണം ചെയ്യേണ്ടത്. ഈ ഒരു വണ്ണം വേണം, അതായത് 2 ചപ്പാത്തിയുടെ 3 ചപ്പാത്തിയുടെ വണ്ണമെങ്കിലും വേണം ഇതിന്. നമ്മളിങ്ങനെ വയ്ക്കുമ്പോൾ ശരിയായില്ലെങ്കിൽ കൈ കൊണ്ട് നമ്മൾ എല്ലാ സൈഡിലേക്കും ഇങ്ങനെ പ്രസ് ചെയ്ത് കറക്റ്റാക്കി വെക്കുക. ശേഷം നമ്മളുടെ തേങ്ങ, അതിലേക്ക് നമ്മൾ എന്തൊക്കെ ചേർത്തത്, പഞ്ചസാര, ഏലക്കടി പൊടിച്ചത്, പിന്നെ നമ്മൾ ചെറിയും കാഷ്യൂനട്ടും. ഉണക്കമുന്തിരി ഉള്ളവർ ഉണക്കമുന്തിരി ഇട്ടാൽ മതി, ഇല്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ ചിലവർ അവിലിടും കേട്ടോ, ഞാൻ ഇട്ടിട്ടില്ല. ഇത് നമ്മൾ ഇട്ട ശേഷം സൈഡിലേക്ക് അധികം പോവരുത്. അതായത് ഒരു സൈഡിൽ ഒരു 1/4 ഇഞ്ച് 1/2 ഇഞ്ച് ഒരു ഗ്യാപ്പ് വിട്ട ശേഷം നമ്മൾ ബാക്കിയെല്ലാം നമ്മൾ പരത്തി കൊടുക്കാം.
ശേഷം നമ്മൾ നേരത്തെ പരത്തി വെച്ചു. അപ്പം കണ്ടോ ചപ്പാത്തി പലകയിൽ നന്നായി ഒട്ടിപ്പിടിച്ചു 2 ആക്കിയപ്പോൾ. അതാണ് ഇങ്ങനെ ഇത്ര ഒരു ഇതായിപ്പോയത്. അപ്പം നമ്മൾ മൈദാമാവ് ഒന്ന് തൂത്ത് കൊടുത്ത് പരത്തി കഴിഞ്ഞാൽ ഒരുവിധം കുഴപ്പമില്ലാതെ കിട്ടും കേട്ടോ. അപ്പം നമ്മളിതേ കണ്ടോ സൈഡുകളെല്ലാം നമ്മൾ യോജിപ്പിക്കുക. സൈഡിലെ മാവ് മാത്രമേ പാടുള്ളൂ, തേങ്ങ പാടില്ല കേട്ടോ. കണ്ടോ. ഇനി ഞാനൊരു മുട്ടയുടെ മഞ്ഞ എടുത്തിട്ടുണ്ട്. മുട്ടയുടെ മഞ്ഞയാണ്. മഞ്ഞ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം അതിൻ്റെ മേലെ ഒന്ന് തൂത്ത് കൊടുക്കുക, ബ്രഷ് ചെയ്ത് കൊടുക്കുക ചെയ്യേണ്ടത്. അത് നല്ലൊരു അത്യാവശ്യം നല്ലൊരു കളർ കിട്ടാൻ, അല്ലെങ്കിൽ വെള്ള കളറായിരിക്കും. അപ്പോൾ ഇതിപ്പോൾ ഒരു ചെയ്ത് വരുമ്പോൾ ഒരു ചെറിയൊരു കളർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടോ. ഇങ്ങനെ ആക്കിയ ശേഷം ഞാൻ തൂത്ത് കൊടുത്ത ശേഷം ഒരു അരമണിക്കൂർ വീണ്ടും മൂടി വെച്ച് റെസ്റ്റ് ചെയ്യാൻ വെച്ചു. അപ്പം അരമണിക്കൂർ കഴിഞ്ഞതേ നോക്കിയപ്പോൾ വീണ്ടും ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പം പറഞ്ഞ പോലെ തന്നെ നമുക്കിത് ഈസ്റ്റ് ഒന്ന് പഴകിയിട്ടുണ്ടെങ്കിൽ അധികം പൊങ്ങി വരില്ല, വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഇനി ഞാൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ നല്ല ഒരു ഫ്രൈ പാൻ എടുത്ത് പഴയ ഫ്രൈ പാൻ എടുത്ത് ചൂടാക്കി അതിൻ്റെ മേലെ പ്ലേറ്റ് വെച്ചിട്ടുണ്ടെന്ന്, സ്റ്റീൽ പ്ലേറ്റ്. അതിൻ്റെ മേലെ നമ്മളുടെ മിക്സ് അങ്ങ് ഇറക്കി വെച്ച ശേഷം നമ്മൾ ഒന്നും കൂടി ഒന്ന് സൈഡിലേക്ക് ഒന്ന് നോക്കുക, കറക്റ്റായിട്ട് ഒട്ടിപ്പിടിച്ചിട്ട് വെച്ചിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക കേട്ടോ. ശേഷം നമ്മൾ നന്നായിട്ട് എയർ കിടക്കാത്ത രീതിയിൽ ഇതാവാൻ. അപ്പം ആദ്യം ഞാൻ ഹൈ ഫ്ലെയിമിലാണ് വെച്ചത്. ഹൈ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് വെച്ച ശേഷം വളരെ ലോ ഫ്ലെയിമിൽ ഒരു 15 അല്ലെങ്കിൽ 20 മിനിറ്റ് കേട്ടോ. 15 മിനിറ്റ് കഴിഞ്ഞ് നോക്കൂ. 15 മിനിറ്റ് കഴിഞ്ഞ് ടൂത്ത് പിക്ക് എടുത്ത് കുത്തി നോക്കുമ്പോൾ ടൂത്ത് പിക്കിൽ ഒട്ടിപ്പിടിക്കുന്നില്ല എങ്കിൽ നമ്മളുടെ സംഭവമായി. അത് ഒട്ടിപ്പിടിക്കുന്നു എങ്കിൽ ഒരു 5 മിനിറ്റ് കൂടി വെക്കാം. ഓക്കെ. അപ്പം അതെ ആദ്യം ഹൈ ഫ്ലെയിമിൽ വെക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ച ശേഷം പിന്നെ നമ്മൾ ലോ ഫ്ലെയിം ആക്കിയിട്ട് വെക്കാം. സംഭവം ആയിട്ടുണ്ട്. നമ്മൾ കത്തി കൊണ്ട് എല്ലാം ഒന്ന് ചുറ്റിച്ച് ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇത് ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിൽ ബട്ടർ പേപ്പർ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ വെക്കണം കേട്ടോ, അല്ലെങ്കിൽ ഒരു അടുക്കി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ എന്തിലാണോ ഉണ്ടാക്കാൻ പോകണം ആ പാത്രത്തിൽ നന്നായി എണ്ണ പുരട്ടിയ ശേഷമാണ് നമ്മളുടെ ഇതൊന്ന് ഉണ്ടാക്കാനായിട്ട്. കണ്ടല്ലോ ഇതായിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് മുപ്പം മുറിക്കരുത്, ചൂടിൽ നല്ല നനഞ്ഞ തുണി അതിൻ്റെ മേലെ വെക്കുക. ഒരു അരമണിക്കൂറെങ്കിലും വെച്ചിരിക്കണം. എന്നിട്ട് നമ്മൾ എടുക്കുമ്പോഴേ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര ഡ്രൈ ആയിട്ടുണ്ടാവും, ഒട്ടും കരിഞ്ഞിട്ടില്ല. കണ്ടോ ഭയങ്കര ഡ്രൈ ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പം അതിൻ്റെ ഈസ്റ്റ് ഞാൻ UAE നിന്ന് കൊണ്ടുവന്ന ഈസ്റ്റ് ആയിരുന്നു, എനിക്കൊന്ന് 10 മാസത്തോളമായി. അതുകൊണ്ടാണ് ആ ഒരു അത്ര ഒരു പൊങ്ങൽ വന്നിട്ടില്ല. നമ്മൾ കട്ട് ചെയ്തെടുക്കണ്ടേ നോക്കിക്കോളൂ. ഉള്ളിൽ ആ ഒരു നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ ഒരു ഇതാണ്. കണ്ടോ. കടയിൽ കിട്ടുന്ന പോലത്തെ നമുക്കത് കട്ട് ചെയ്തെടുക്കാം. അതിപ്പോൾ ഞാനിതെല്ലാം സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. കണ്ടോ. കേക്ക് ടിന്നിൽ നമ്മൾ എന്തിനാണ് നമ്മൾ പാത്രത്തിലായിരുന്നു, ചായപാത്രത്തിലാണെങ്കിൽ ഉണ്ടാക്കാം. പക്ഷെ നല്ലോണം ഒരു എണ്ണ പുരട്ടിയ ശേഷം ഒരു A4 സൈസ് പേപ്പറെങ്കിലും അതിനുള്ളിൽ വെക്കുക. എന്നിട്ട് അതിലും എണ്ണ പുരട്ടുക, ബട്ടർ പേപ്പർ ഇല്ലാത്തത്. അല്ലെങ്കിൽ ആ ചെറുതായിട്ടൊരു അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതാണ് ഇത്. കണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഉണക്കമുന്തിരി കൂടി ഉണ്ടായിരുന്നെങ്കിൽ കാണാൻ രസമാണ്. ഇവിടെ മക്കൾ സാധാരണ രീതിയിൽ ഉണക്കമുന്തിരി നമ്മളിപ്പോൾ ലഡുവിലോ പായസത്തിലോ എടുത്ത് മാറ്റിക്കളയും. അപ്പം പിന്നെ നമുക്ക് വെറുതെ ഇട്ടിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ചെറിയ ഇട്ടത്. ഇത് കണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കടയിൽ കിട്ടുന്ന പോലെ തന്നെ ആ ഒരു ലിക്കിൽ വന്നിട്ടുണ്ട്. അടിയിലും മേളിലും ഒരുപാട് കനം ബ്രെഡ് വേണ്ട. കാരണം എന്താ പറഞ്ഞാൽ അതൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. ആവശ്യത്തിന് ഉള്ള ഒരു കനം മാത്രം മതി. വീഡിയോ ഇഷ്ടം ഷെയർ ചെയ്യലേക്ക് എല്ലാവരും ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയിൽ വരാം. ബൈ.